Hi, welcome to Lash Class. B English Introduction to the World of Literature The Hill We Climb എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അമേരിക്കൻ സോഷ്യൽ ആക്ടിവിസ്റ്റും പോയറ്റുമായ അമാൻഡ ഗോർമൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു പോയമാണ്. നമ്മളിവിടെ ആ പോയത്തിന്റെ ഒരു സമ്മറി, അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയത്തിന്റെ സമ്മറി നോക്കാം. The poem begins with a question, reflecting on how to find light amidst the darkness, symbolized as a never-ending shade. ഒരു ചോദ്യത്തോട് കൂടിയിട്ടാണ് പോയം ആരംഭിക്കുന്നത്. നമ്മൾ എങ്ങനെ വെളിച്ചം കണ്ടെത്തും എന്നാണ് ചോദിക്കുന്നത്. അമിഡ്സ്റ്റ് നെവർ എൻഡിങ് ഷെയ്ഡ്, അവിടെ ഒരിക്കലും അവസാനിക്കാത്ത ഒരു നിഴലിൽ നിലനിൽക്കുന്നു. അതിൽ അവരെങ്ങനെ വെളിച്ചം കണ്ടെത്തുന്നതാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, സാധാരണ ലിറ്ററേച്ചറിനകത്ത് വെളിച്ചം എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ ഒരു സിമ്പലാണ്. ഇരുട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു ഓപ്പോസിറ്റ് പ്രശ്നങ്ങളുടെ സിമ്പലായിട്ടാണ് വരുന്നത്. അപ്പൊ അത്തരത്തിൽ അമേരിക്കയിൽ നിലനിൽക്കുന്ന ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഒരു സൊല്യൂഷനായിട്ട് എങ്ങനെ അവർ ഒരു പ്രതീക്ഷ കണ്ടെത്തും എന്നുള്ള ചോദ്യത്തോട് കൂടിയിട്ട് പോയം ആരംഭിക്കുന്നു. ഗോർമൻ അക്നോളജസ് ദ കളക്റ്റീവ് ഗ്രീഫ്, ലോസ് ആൻഡ് ഹാർഡ്ഷിപ്പ് എൻഡ്യൂർഡ് ബൈ ദ നേഷൻ, കമ്പയറിംഗ് ദം ടു എ സീഡ് ടു ബി വേഡഡ് ത്രൂ. ഇനി അമേരിക്കക്കാർ അതിജീവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെയും ദുരിതങ്ങളെയും കുറിച്ചിട്ടൊക്കെ അവർ പറയുന്നു. ഒരു കടൽ ഇനി അവർക്ക് മറികടക്കാനുണ്ട് എന്നാണ് അവർ പറയുന്നത്. നമുക്കറിയാം, അമേരിക്കയുടെ ഹിസ്റ്ററിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ ഉണ്ടായിരുന്ന സ്ലേവറി, വർണ്ണവിവേചനം തുടങ്ങിയിട്ടുള്ള ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾ അമേരിക്കക്കകത്തുണ്ട്. അപ്പോൾ അത്തരത്തില് അമേരിക്ക ഒരുപാട് കാര്യങ്ങൾ അതിജീവിച്ചു, ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളത്, ഒരു കടൽ ഇനി നമുക്ക് മറികടക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. She references the resilience of the American people who have faced the trials symbolized by the belly of the beast. അതിനുശേഷം അവര് അമേരിക്കക്കാരുടെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചും അതിജീവനത്തെക്കുറിച്ചിട്ടുമാണ് സംസാരിക്കുന്നത്. ബ്രേവ്ഡ് ദ ബെല്ലി ഓഫ് ദ ബീസ്റ്റ് എന്ന പ്രയോഗമാണ് അവർ ഉപയോഗിക്കുന്നത്. ബെല്ലി ഓഫ് ദ ബീസ്റ്റ് എന്ന് പറയുന്നത് വന്യമൃഗത്തിന്റെ വയറ് എന്നുള്ള അർത്ഥമാണ്. നമുക്കറിയാം, വന്യമൃഗം നമ്മളെ ആക്രമിക്കാൻ വരുന്നതിന്റെ പല്ലും നഖവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്, വയർ ഉപയോഗിച്ചുകൊണ്ടല്ല. അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഭക്ഷിക്കാൻ വരുന്ന ഒരു വന്യമൃഗത്തെ നമ്മൾ അതിജീവിക്കുക എന്നുള്ള ഒരു മെറ്റഫറാണ്. അമേരിക്ക കടന്നുപോയിട്ടുള്ള വലിയ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അവർ അതിജീവിച്ചു എന്നാണ് അതിൽ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, അവിടെ സ്ലേവറിയുടെ അതുപോലെ വർണ്ണവിവേചനത്തിൻ്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അമേരിക്ക കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ അവർ അതിജീവിച്ചു എന്നുള്ളതാണ് ആ ഒരു പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. Gorman critiques the idea that silence equates to peace and highlights that norms and the status quo are not always aligned with justice. അതിനുശേഷം അവർ ആളുകളുടെ ഒരു നിസ്സംഗതയെ വിമർശിക്കുകയാണ്. നിസ്സംഗത എന്ന് പറയുന്നത് ആളുകൾ പൊളിറ്റിക്സിൽ ഇൻവോൾവ് ആവാതെ ആളുകളെല്ലാവരും അവരവരുടെ ജീവിതം നോക്കി ജീവിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിനെ അവർ വിമർശിക്കുന്നു. അതായത് സൈലൻസ്, നിശബ്ദത എന്ന് പറയുന്നത്, നമ്മളൊന്നും പറയാതിരിക്കുക എന്ന് പറയുന്നത് സമാധാനത്തിന്റെ അടയാളമല്ല. വാട്ട് ജസ്റ്റ് ഈസ്, കാര്യങ്ങളുടെ ഒരു രീതി, അല്ലെങ്കിൽ നാട്ടു നടപ്പ് എന്ന് നമ്മൾ വിളിക്കുന്ന പോലെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീതി സഹമാണ്, നീതിയുക്തമാണ് എന്ന് നമുക്ക് ആരും ഒന്നും പ്രതികരിക്കുന്നില്ല എന്നതുകൊണ്ട് അർത്ഥമാക്കാൻ കഴിയില്ല എന്നവർ സൂചിപ്പിക്കുന്നു. ഗോർമൻ ഇൻട്രൊഡ്യൂസസ് ദ കൺസെപ്റ്റ് ഓഫ് അമേരിക്ക ആസ് എ നേഷൻ ദാറ്റ് ഈസ് നോട്ട് ബ്രോക്കൺ ബട്ട് സിംപ്ലി അൺഫിനിഷ്ഡ്. അതിനുശേഷം ഈ പോയതിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളിൽ ഒന്ന് അവർ അവതരിപ്പിക്കുകയാണ്. അമേരിക്ക എന്ന് പറയുന്നത് ബ്രോക്കൺ അല്ല, തകർന്നു പോയിരിക്കുന്ന രാജ്യമല്ല, മറിച്ച് അൺഫിനിഷ്ഡ് ആണ് എന്നാണ് അവർ പറയുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അമേരിക്കയിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിന്റെ അർത്ഥം അമേരിക്ക തകർന്നു പോയിരിക്കുന്നു എന്നല്ല. കാരണം പ്രശ്നങ്ങളില്ലാത്ത ഒരു അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, അമേരിക്കയിൽ സ്ലേവറിയുടെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വർണ്ണവിവേചനത്തിന്റെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമേരിക്ക എന്ന രാജ്യത്തിന്റെ ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിലും അമേരിക്ക ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് നിലനിന്നിട്ടില്ല. അപ്പൊ ഇപ്പോൾ അമേരിക്കയിൽ പ്രശ്നങ്ങളുണ്ട് എന്നതിന്റെ അർത്ഥം അമേരിക്ക തകർന്നു പോയിരിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് അമേരിക്ക ഇപ്പോഴും ഒരു നല്ല രാജ്യം എന്നുള്ള രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അൺഫിനിഷ്ഡ് പ്രൊജക്റ്റ് ആണ് അമേരിക്ക. അത്തരത്തില് അമേരിക്ക നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതോടുകൂടി അമേരിക്കയുടെ നിർമ്മാണം പൂർത്തിയാകും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവർ അവതരിപ്പിക്കുന്നത്. ഷി സെലിബ്രേറ്റ്സ് ദ പ്രോഗ്രസ് മെയ്ഡ് വൈൽ അക്നോളജിങ് ദെയർ ഈസ് മോർ വർക്ക് ടു ബി ഡൺ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറെ പുരോഗമനം അവർ നേടിയിട്ടുണ്ട്, എന്നാലും ഇനിയും കുറച്ചുകൂടി അവർ മുന്നോട്ട് പോകാനുണ്ട് എന്ന് അവർ സൂചിപ്പിക്കുന്നു.
Using her own story as an example, a skinny black girl descended from slaves reciting poetry for a president. She illustrates the possibilities of the American dream. അവരുടെ സ്വന്തം സ്റ്റോറിയാണ് അവരിതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അവരൊരു ബ്ലാക്ക് വുമൺ ആണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, പഴയ സ്ലേവ്സിന്റെ ഒരു ഡിസെൻഡന്റ് ആണ് അവർ. അങ്ങനെ ഒരു ബ്ലാക്ക് വുമൺ ഒരു അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടിയിട്ട് കവിത ചൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക പുരോഗമിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ബ്ലാക്ക് വുമൺ അമേരിക്കൻ പ്രസിഡന്റ് ആവുന്ന തരത്തിലേക്ക് പുരോഗമിച്ചിട്ടുമില്ല. അപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പുരോഗതി അവർ നേടിയിട്ടുണ്ട്. ഇനിയും അവര് മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളൊരു മെസ്സേജ് അവർ പറഞ്ഞു വയ്ക്കുന്നു. However, she emphasizes that the goal is not perfection but purpose, envisioning a union that embraces diversity and fosters equality across all cultures, colors, characters and conditions of man. അതിനുശേഷം അവർ പറയുന്നു, അവർ പെർഫെക്ഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് അമേരിക്കയെ മാറ്റുക എന്നുള്ളതല്ല അവർ പറയുന്നത്. നമുക്കറിയാം അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത്. മറിച്ച് ഒരു പർപ്പസ് ആണ് അവർ ആവശ്യപ്പെടുന്നത്. അമേരിക്കയുടെ പുരോഗതിക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. ആ ലക്ഷ്യബോധമായിട്ട് അവർ പറയുന്നത് യൂണിയൻ അല്ലെങ്കിൽ യൂണിറ്റിയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അമേരിക്കയുടെ പ്രശ്നങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരുന്നത് വർണ്ണവിവേചനമാണ്. അപ്പോൾ അത്തരത്തിൽ വ്യത്യസ്ത കൾച്ചറുകളുള്ള, വ്യത്യസ്ത കളറുകളുള്ള, വ്യത്യസ്ത ക്യാരക്ടറുകളുള്ള ആളുകളെല്ലാം അമേരിക്കക്കാര് എന്നുള്ള ഒരു ഐക്യം ഉണ്ടാവുക എന്നുള്ളതാണ് അവരുടെ പർപ്പസ് ആയിട്ട് വരേണ്ടതെന്ന് അവർ പറയുന്നു. Government calls for unity and collective effort to overcome divisions, urging people to focus on shared futures rather than differences. അപ്പോൾ അവർ ആളുകളോട് ആവശ്യപ്പെടുന്നത് ഫോക്കസ് ഓൺ ഫ്യൂച്ചർ, ആളുകളോട് പരസ്പരം ഉള്ള അകലത്തെ നോക്കുന്നതിന് പകരം ഒരുമിച്ച് മുന്നോട്ട് നോക്കുക, ഭാവിയിലേക്ക് നോക്കുക എന്നാണ് അവർ പറയുന്നത്. She uses powerful metaphors such as laying down arms to extend arms of friendship, symbolizing peace and collaboration. ഇനി അവർ മറ്റൊരു മെറ്റഫർ പറയുന്നത് ആംസ് ലേ ഡൗൺ ചെയ്യുക എന്ന് പറയുന്നു. ആം എന്ന് പറയുന്നത് ആയുധം എന്നതിന്റെ മറ്റൊരു വാക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ കൈകളെയും നമ്മൾ ആം എന്ന് പറയാറുണ്ട്. അപ്പൊ അമേരിക്കക്കാരും ആയുധവും തമ്മിലുള്ള ബന്ധവും ആ ഒരു കൾച്ചറും നമുക്ക് അറിയുന്നതായിരിക്കും. അവിടെ നമ്മുടെ നാട്ടിലെ പോലെയല്ല ആളുകൾക്ക് ഗണ്ണൊക്കെ ലൈസൻസ് എടുക്കാൻ കഴിയുന്ന കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് അമേരിക്കയിലുള്ളത്. അപ്പോൾ ആളുകളോട് ആയുധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, ആംസ് ഉപേക്ഷിച്ചുകൊണ്ട് സൗഹൃദത്തിന്റെ കൈകൾ നീട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകൾ തമ്മിൽ ശത്രുത ഒഴിവാക്കിയിട്ട് ആ വ്യത്യാസങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഐക്യത്തോടുകൂടി പല വർണ്ണത്തിലും വംശത്തിലും പെട്ട ആളുകളെല്ലാം കൂടി സൗഹൃദത്തോടെ ഐക്യത്തോടെ കൂടി ജീവിക്കുന്ന ഒരു അമേരിക്കയെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. ഗവൺമെന്റ് റിമൈൻഡ്സ് ദ വേൾഡ് ഓഫ് അമേരിക്കാസ് റെസിലിയൻസ്, asserting that even in the face of grief, hardship and fatigue, there is growth, hope and determination. അതിനുശേഷം അവര് അമേരിക്കയുടെ നിശ്ചയദാർഢ്യത്തെ കുറിച്ചിട്ട് ലോകത്തോട് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് പല ആളുകൾക്കും പല അഭിപ്രായം ഉണ്ടായിരിക്കും, പല വിമർശനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിലും അമേരിക്കക്കാരെ കുറിച്ച് കുറഞ്ഞത് ഇത്രയെങ്കിലും ലോകം മനസ്സിലാക്കണം എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. അതായത് വി ഗ്രീവ്ഡ് വി ഗ്രീവ്, വി ഹേർട്ട് വി ഹോപ്പ്ഡ്, വി ടയേർഡ് വി ട്രൈഡ് എന്നാണ് അവർ പറയുന്നത്. അതായത് ഞങ്ങൾ വേദനിച്ചു, ഞങ്ങൾ വിഷമിച്ചു, ഞങ്ങൾ ക്ഷീണിച്ചു, പക്ഷെ ഇതിന്റെ എല്ലാം ഇടയിലും അവര് പ്രതീക്ഷിക്കുകയും അവര് വളരുകയും അവർ പരിശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു, എന്നാൽ അതിൻ്റെ ഇടയിലും അവര് പരിശ്രമിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവർ ലോകത്തോട് പറയുന്നു. She envisions a future where the nation is tied together in victory, not because challenges will cease, but because division will no longer define America. അതിനുശേഷം അമേരിക്കയുടെ വിജയത്തെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും സമൂഹത്തിനകത്ത്, രാജ്യത്തിനകത്ത്. അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു പെർഫെക്ഷനിലേക്ക് അല്ല അവർ അമേരിക്ക നോക്കിക്കാണുന്നത്, മറിച്ച് ഒരു പർപ്പസ് ഉള്ള രാജ്യമായിട്ട് മാറാൻ അമേരിക്കയ്ക്ക് കഴിയും എന്ന് അവർ ആവർത്തിക്കുകയാണ്. അവർക്കൊരു യൂണിറ്റി ഉണ്ടാവും, ആളുകളുടെ വർണ്ണവംശ വ്യത്യാസങ്ങളില്ലാതെ അമേരിക്കക്കാരുടെ ഒരു യൂണിറ്റി ഉള്ളതുകൊണ്ട് അവർ വിജയിക്കുകയും അതിജീവിക്കുകയും ചെയ്യും എന്നവർ പറയുന്നു. ഡ്രോവിംഗ് ഓൺ ബിബ്ലിക്കൽ ഇമേജറി, ഷീ റെഫറൻസസ് ദ വിഷൻ ഓഫ് എവരിവൺ സിറ്റിംഗ് അണ്ടർ ദെയർ ഓൺ വൈൻ ആൻഡ് ഫിഗ് ട്രീ, സിംബലൈസിംഗ് പീസ്, സെക്യൂരിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി. അതിനുശേഷം അവർ ബൈബിളിൽ നിന്നുള്ള ഒരു ഇമേജ് ഉപയോഗിക്കുകയാണ്. എല്ലാവരും അവരവരുടെ മുന്തിരിവള്ളികൾക്കും മരങ്ങൾക്കും ചുവട്ടിൽ സമാധാനമായിരിക്കുന്ന ഒരു ഇമേജാണ് അവർ ഉപയോഗിക്കുന്നത്.
നമുക്കറിയാം സമാധാനമായിട്ട് എല്ലാവരും ഇങ്ങനെ അവരവരുടെ തോട്ടത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രോസ്പെരിറ്റിയുടെയും സെക്യൂരിറ്റിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ സിമ്പിളാണ്. ഷീ കമ്പയർസ് ദർ ഫൈറ്റ് ആസ് ക്ലൈംബിംഗ് എ ഹിൽ ടു റീച്ച് ദാറ്റ് പ്ലേസ്. ഇപ്പോൾ അമേരിക്കയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടങ്ങളൊക്കെ ആ ഒരു ഹില്ല് കയറിക്കൊണ്ട് ഈ ബൈബിളിൽ കാണിക്കുന്ന ഇമേജ് പോലുള്ള ആ ഒരു സ്ഥലത്തേക്ക് എത്താനുള്ള യാത്രയായിട്ടാണ് അവർ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു പ്രോസ്പെരിറ്റിയും സെക്യൂരിറ്റിയും പീസുമുള്ള ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് അവർ നടത്തുന്നതെന്ന് അവർ പറയുന്നു. ഷീ ആർഗ്യൂസ് ദാറ്റ് വിക്ടറി ഈസ് അച്ചീവ്ഡ് നോട്ട് ത്രൂ ദ ബ്ലേഡ് സിംബലൈസിങ് വയലൻസ് ബട്ട് ത്രൂ ബ്രിഡ്ജസ് സിംബലൈസിങ് യൂണിറ്റി. അതിനുശേഷം അവർ പറയുന്നത് ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ടല്ല നമ്മൾ വിജയം നേടുക, ബ്രിഡ്ജ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന രീതിയിലാണ്. ബ്ലേഡ് നമുക്കറിയാം ആയുധത്തിന്റെ ഒരു സിമ്പലാണ്. അങ്ങനെ വയലൻസ് ഉപയോഗിച്ചുകൊണ്ടല്ല നമ്മൾ വിജയം നേടുന്നത്. ബ്രിഡ്ജ് എന്ന് പറയുന്നത് പാലം, അത് യൂണിറ്റിയുടെ ആളുകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ ഒരു സിമ്പലാണ്. അങ്ങനെ ഒരു യൂണിറ്റിയുടെ ഐക്യത്തിലൂടെയാണ് വിജയം നേടാൻ കഴിയുക എന്ന് അവർ ആവർത്തിക്കുന്നു. ഗവൺമെന്റ് എംഫസൈസസ് ദാറ്റ് ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് അമേരിക്കൻസ് ടു റിപ്പയർ ദ പാസ്റ്റ്. ഇതുകൂടാതെ അമേരിക്കക്കാരായിട്ടുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണ് അമേരിക്കയുടെ പാസ്റ്റിലുള്ള ഈ മിസ്റ്റേക്കുകൾ, പ്രശ്നങ്ങളൊക്കെ തിരുത്തുക, അമേരിക്കയെ റിക്കവർ ചെയ്യുക എന്നുള്ളത് അമേരിക്കൻ പൗരന്മാരുടെ ഉത്തരവാദിത്തമാണെന്നുള്ള കാര്യം അവർ പറയുന്നു. ഗവൺമെന്റ് ഡയറക്ട്ലി അഡ്രസ്സസ് ദ റീസെന്റ് ത്രെറ്റ്സ് ടു ഡെമോക്രസി, അക്നോളജിംഗ് ഫോഴ്സസ് ദാറ്റ് സോട്ട് ടു ഡിസ്റപ്റ്റ് ആൻഡ് ഡിലേ ഇറ്റ്. അതിനുശേഷം അവർ അമേരിക്കയിലെ ജനാധിപത്യം തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ അവർ സൂചിപ്പിക്കുന്നത് ജോ ബൈഡന്റെ ഈ ഇലക്ഷന് ശേഷം ഡൊണാൾഡ് ട്രംപാണ് എതിർ സ്ഥാനാർത്ഥി ഉണ്ടാവുന്നത്. അപ്പൊ ട്രംപ് പരാജയപ്പെടാൻ പോവുകയാണെന്ന് കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അനുയായികൾ, പാർട്ടി പ്രവർത്തകരായിട്ടുള്ള കുറെ ആളുകൾ അമേരിക്കയിലെ ക്യാപിറ്റലിലേക്ക്, അവിടെ വോട്ടെണ്ണുന്ന കേന്ദ്രത്തിലേക്ക് അതിക്രമിച്ചു കയറുകയും അത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ കുറിച്ചിട്ട് അവരോട് സൂചിപ്പിക്കുന്നു. She affirms that while democracy may be temporarily challenged, it can never be permanently defeated. അപ്പോൾ ജനാധിപത്യത്തെ ഇങ്ങനെ തടസ്സപ്പെടുത്താൻ ഒക്കെ കഴിയുമെങ്കിലും പൂർണ്ണമായിട്ടും ജനാധിപത്യത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള കാര്യം അവർ ഓർമ്മിപ്പിക്കുന്നു. The poem transitions into a message of hope, urging people to move forward. അതിനുശേഷം പോയം ഒരു പ്രതീക്ഷയുടെ സന്ദേശമാണ് പങ്കുവയ്ക്കുന്നത്. ആളുകളോട് ഭാവിയിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പോയം ആഹ്വാനം ചെയ്യുന്നു. ഷി റിമൈൻഡ്സ് ദി ഓഡിയൻസ് അബൌട്ട് ദ ജഡ്ജ്മെന്റ് ഓഫ് ഹിസ്റ്ററി, emphasizing the responsibility of the current generation to build a better future as their actions will shape the inheritance of the next. അവര് ജഡ്ജ്മെന്റ് ഓഫ് ഹിസ്റ്ററിയെ കുറിച്ചിട്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. ജഡ്ജ്മെന്റ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് കാലം നമ്മൾ വിലയിരുത്തും എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അതായത് അടുത്ത തലമുറയിലെ ആളുകൾ വരുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിക്കും, ഇവിടെ നാട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം അടുത്ത തലമുറയിലെ ആളുകൾ നമ്മളോട് ചോദിക്കും എന്നുള്ള കാര്യം അവർ ഓർമ്മിപ്പിക്കുകയാണ്. അതിനെയാണ് ജഡ്ജ്മെന്റ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അത്തരത്തിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് നല്ല ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നുള്ള കാര്യം അവർ ഓർമ്മിപ്പിക്കുന്നു. ഷീ എൻവിഷൻസ് എ കൺട്രി ദാറ്റ് ഈസ് ബ്രൂയിസ്ഡ് ബട്ട് ഹോൾ, benevolent but bold, and insists that change is possible through the merging of mercy and strength. അതിനുശേഷം അവർ അമേരിക്കയെ കുറിച്ചിട്ടൊരു വിഷൻ പങ്കുവയ്ക്കുകയാണ്. മേഴ്സി ആൻഡ് സ്ട്രെങ്ത്. മേഴ്സി ദയവ്, അതുപോലെ തന്നെ സ്ട്രെങ്ത് ശക്തി, ഈ രണ്ട് മൂല്യങ്ങളും കൂടിച്ചേർന്നിട്ടുള്ള ഒരു രാജ്യമായിട്ടാണ് അവർ അമേരിക്കയെ എൻവിഷൻ ചെയ്യുന്നത്. ബ്രൂയിസ്ഡ് ബട്ട് ഹോൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രൂയിസ്ഡ്, മുറിവുകൾ പരിക്കുകളൊക്കെ ഉണ്ടായിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല. ബട്ട് ഹോൾ എന്നാൽ അത് യൂണിറ്റിയോടുകൂടി ഒരുമിച്ച് നിൽക്കുന്നതായിരിക്കും. ബെനവലന്റ് ബട്ട് ബോൾഡ്, ദയയുള്ളതായിരിക്കും എന്നാൽ അതേ സമയത്ത് തന്നെ ബോൾഡ് ആയിരിക്കും. അത്തരത്തിൽ ഈ മേഴ്സിയുടെയും സ്ട്രെങ്ത്തിന്റെയും വാല്യൂസ് കൂടിച്ചേർന്നിട്ടുള്ള ഒരു രാജ്യമായിട്ട് അവർ അമേരിക്കയെ എൻവിഷൻ ചെയ്യുന്നു. ഗവൺമെന്റ് എൻഡ്സ് വിത്ത് ആൻ അപ്ലിഫ്റ്റിംഗ് ആൻഡ് യൂണിഫൈങ് മെസ്സേജ്. ഒരു പ്രതീക്ഷയുടെയും ഐക്യത്തിന്റെയും സന്ദേശത്തോടു കൂടിയിട്ടാണ് പോയം അവസാനിക്കുന്നത്. ഷീ ഇമാജിൻസ് അമേരിക്ക റൈസിംഗ് ഫ്രം എവറി റീജിയൻ, ഈച്ച് ഡൈവേഴ്സ് ആൻഡ് യുണീക്ക്, ടു റീബിൽഡ് ആൻഡ് റീകൺസൈൽ. അമേരിക്ക എല്ലാ മേഖലകളിൽ നിന്നും, അമേരിക്കയുടെ തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക് എല്ലാ പ്രദേശങ്ങളിൽ നിന്നും അമേരിക്ക പുനർനിർമ്മിക്കാനും പുനഃസ്ഥാപിക്കാനും വേണ്ടി ഉയർന്നു വരും എന്നവർ പറയുന്നു. ഷീ എൻവിഷൻസ് എ വണ്ടറസ് വേൾഡ് where the nation emerges from its wounds. അമേരിക്കയുടെ വൂണ്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ മുറിവുകളിൽ നിന്ന് വണ്ടറസ് ആയിട്ട്, വണ്ടർഫുൾ ആയിട്ട് ഉയർന്നു വരും എന്നവർ പറയുന്നു. ദ പോയം കൺക്ലൂഡ്സ് ബൈ ആൻസറിങ് ദി ഓപ്പണിംഗ് ക്വസ്റ്റ്യൻ. പോയത്തിന്റെ തുടക്കത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു,
എവിടെ നിന്നാണ് നമുക്ക് വെളിച്ചം കണ്ടെത്താൻ കഴിയുക എന്ന്. ആ ചോദ്യത്തിലുള്ള ഒരു മറുപടിയോട് കൂടിയിട്ടാണ് പോയം അവസാനിക്കുന്നത്. The poet affirms the belief that there is always light, provided people are brave enough to see it and be it. ഇവിടെ വെളിച്ചമുണ്ട്, ആ വെളിച്ചം കാണാനും നമ്മൾ ആ വെളിച്ചമായി മാറാനും ധൈര്യപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ വെളിച്ചമുണ്ട് എന്ന മറുപടിയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് വെളിച്ചം എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് പറയുന്നത് നമ്മൾ തന്നെയാണ് വെളിച്ചം, ആ കാര്യം നമ്മൾ തിരിച്ചറിയണം എന്നാണ് അവർ പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ പുരോഗതിക്ക് ഓരോ ആളുകളും പ്രവർത്തിക്കേണ്ടതുണ്ട്, ഓരോ ആളുകളുടെയും ഉത്തരവാദിത്വമുണ്ട്. ആ കാര്യം തിരിച്ചറിയുന്നതിലൂടെയാണ് വെളിച്ചം ലഭിക്കുക എന്നവർ പറയുന്നു. ദ പോയം ലീവ്സ് ദി ഓഡിയൻസ് വിത്ത് എ സെൻസ് ഓഫ് എംപവർമെന്റ് ആൻഡ് ഒപ്റ്റിമിസം. അങ്ങനെ ഭാവിയെ കുറിച്ചിട്ട് ഒരു ശുഭപ്രതീക്ഷയും അതുപോലെ തന്നെ ഒരു ആത്മവിശ്വാസവും നൽകുന്ന രീതിയിലാണ് പോയം അവസാനിക്കുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡസ് ഗോർമൻ മീൻ ബൈ വി ബ്രേവ് ദ ബെല്ലി ഓഫ് ദ ബീസ്റ്റ്? വന്യമൃഗത്തിന്റെ വയറ് അതിജീവിച്ചു എന്നുള്ള പ്രയോഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗോർമൻ യൂസസ് ദിസ് ഫ്രേസ് ടു ഇവോക്ക് എ സെൻസ് ഓഫ് ഓവർകമ്മിങ് എക്സ്ട്രീം ഹാർഡ്ഷിപ്പ് ആൻഡ് കൺഫ്രണ്ടിങ് സിഗ്നിഫിക്കന്റ് ചലഞ്ചസ്. വളരെ വലിയ ദുരിതങ്ങളും പ്രയാസങ്ങളും അതിജീവിച്ചു എന്നാണ് ആ ഒരു പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. The belly of the beast is a metaphor for enduring, surviving something terrifying and dark, likely symbolizing the struggles and injustices that the people and the nation have faced. ബെല്ലി ഓഫ് ദ ബീസ്റ്റ് എന്ന് പറയുന്നത്, വന്യമൃഗത്തിന്റെ വയറ് എന്ന് പറയുന്നത്, നമ്മൾ ഭക്ഷിക്കാൻ വരുന്ന ഒരു മൃഗത്തെ നമ്മൾ അതിജീവിക്കുക എന്നുള്ള ഒരു മെറ്റഫറാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രയാസമായിട്ടുള്ള വിഷയങ്ങളെ അതിജീവിക്കുക. അമേരിക്കയിൽ നിലനിന്നിട്ടുള്ള സാമൂഹിക പ്രശ്നങ്ങളും അനീതികളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ അതിജീവിച്ചു എന്നുള്ള ഒരു മെറ്റഫറായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. എക്സ്പ്ലെയിൻ ദി എക്സ്പ്രഷൻ വാട്ട് ജസ്റ്റ് ഈസിൻറ്റ് ഓൾവേസ് ജസ്റ്റിസ്. കാര്യങ്ങൾ നിലനിൽക്കുന്നത് പോലെ എന്നുള്ളത് നീതിയുക്തമായിട്ടുള്ളത് എന്നർത്ഥമില്ല എന്ന് പറയുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ ലൈൻസ് സജസ്റ്റ് ദാറ്റ് സിംപ്ലി അക്സെപ്റ്റിംഗ് തിങ്സ് ആസ് ദേ ആർ ഡസ് നോട്ട് നെസസറിലി മീൻ ദേ ആർ ഫെയർ ഓർ ജസ്റ്റ്. ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം ആളുകളെല്ലാം സമൂഹത്തിൽ നോർമൽ ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ഇടയിലും ആളുകൾ നോർമൽ ലൈഫാണ് ജീവിക്കുന്നത്. അത്തരത്തിൽ നാട്ടിലുള്ള കാര്യങ്ങൾ എന്താണോ അത് അതുപോലെ തന്നെ അംഗീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റിസ് ആണ്, നീതിയാണ് എന്ന് അർത്ഥമില്ല എന്ന് അവർ പറയുന്നു. Government critiques the idea that existing norms or systems are always right or ethical, challenging people to question and improve society rather than passively accepting it. അപ്പോൾ ഇതിൽ സൂചിപ്പിക്കുന്നത് എക്സിസ്റ്റിംഗ് നോംസ് ഓർ സിസ്റ്റം, സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കാര്യങ്ങളും സംവിധാനങ്ങളും നീതിയുക്തമാണ് എന്ന അർത്ഥമില്ല. അപ്പോൾ എല്ലാവരും അവരുടെ നോർമൽ ലൈഫ് ഇങ്ങനെ ഇൻഡിഫറായിട്ട് നിസ്സംഗതയോട് കൂടിയിട്ട് ജീവിക്കുന്നതിന് പകരം അത് ചലഞ്ച് ചെയ്യാനും അത് ചേഞ്ച് ചെയ്യാനും വേണ്ടി തയ്യാറാവണം എന്നാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഡിഫൈൻ ദ നേച്ചർ ഓഫ് എ യൂണിയൻ വിത്ത് എ പർപ്പസ് ആസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഗോർമൻ. ഇനി അമേരിക്കയെ ഒരു പർപ്പസ് ഉള്ള യൂണിയൻ എന്ന രീതിയിലാണ് ഗോർമൻ വിശേഷിപ്പിക്കുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ യൂണിയൻ വിത്ത് എ പർപ്പസ് അക്കോർഡിംഗ് ടു ഗോർമൻ ഈസ് വൺ ദാറ്റ് വാല്യൂസ് ഇൻക്ലൂസിവിറ്റി ആൻഡ് യൂണിറ്റി ഓവർ പെർഫെക്ഷൻ. പെർഫെക്ഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, മറിച്ച് ഇൻക്ലൂസിവിറ്റിയാണ്. അതായത് സമൂഹത്തിലെ എല്ലാ മേഖലയിലുമുള്ള ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമായിട്ട് മാറാൻ കഴിയുക എന്നാണ് അവർ പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് സീക്കിംഗ് ഫ്ലോലെസ്നെസ്, ദിസ് യൂണിയൻ സ്ട്രൈവ്സ് ടു റെപ്രസെന്റ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ ഓഫ് ഓൾ കൾച്ചേഴ്സ്, കളേഴ്സ്, ക്യാരക്ടേഴ്സ് ആൻഡ് കണ്ടീഷൻസ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുറവുകളുമില്ലാത്ത ഒരു രാജ്യം നിർമ്മിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതിലേക്ക് വേണ്ടി ശ്രമിക്കാതെ ഇൻക്ലൂസിവിറ്റിയുള്ള വിവിധ വർണ്ണങ്ങളിൽ, വംശങ്ങളിൽ, വിവിധ വ്യത്യാസങ്ങളിലുള്ള, വിവിധ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സമൂഹമായിട്ട് മാറുക എന്നാണ് അവർ പറയുന്നത്. ഇറ്റ് ഈസ് എ കമ്മിറ്റ്മെന്റ് ടു എ സൊസൈറ്റി ദാറ്റ് അപ്ലിഫ്റ്റ്സ് എവരി വൺ ആൻഡ് വർക്ക്സ് ടുവേർഡ് മീനിങ് പ്രോഗ്രസ്. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുകയും എല്ലാവരുടെയും ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം എന്നാണ് അവർ യൂണിയൻ വിത്ത് പർപ്പസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. What does Amanda Gorman want the globe to say to be true? ഇനി അമേരിക്കയെ കുറിച്ച് ലോകം പറയുന്ന ഏത് കാര്യം ശരിയായിരിക്കണം എന്നാണ് അവർ പറയുന്നത്. Gorman wants the world to recognize that despite experiencing grief, hardship and division, the nation grew stronger and more united. അപ്പോൾ അമേരിക്കയിൽ
ദുരിതങ്ങൾ, അവര് പ്രശ്നങ്ങളും വേദനകളും എല്ലാം അനുഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിനൊപ്പം തന്നെ അവര് വളരുകയും പ്രതീക്ഷിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നുള്ള കാര്യമാണ് അവര് ലോകത്തോട് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. She hopes that history will remember this period as one where Americans chose hope, resilience and unity over defeat and division. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കിടയിൽ ആളുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഐക്യപ്പെടാൻ തീരുമാനിച്ച, പ്രതീക്ഷിക്കാനും നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രയത്നിക്കാനും തീരുമാനിച്ച ഒരു കാലഘട്ടമായിട്ട് ചരിത്രം അമേരിക്കയെ വിലയിരുത്തും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. വാട്ട് ഈസ് ദ സ്ക്രിപ്ചർ ആസ്ക്സ് us to envision? ഇനി സ്ക്രിപ്ചർ അല്ലെങ്കിൽ ബൈബിൾ ഏത് വിഷനാണ് നമ്മളോട് കാണാൻ പറയുന്നത്? സ്ക്രിപ്ചർ ആസ് റെഫറൻസ്ഡ് ബൈ ഗോർമാൻ എൻകറേജസ് എ വിഷൻ ഓഫ് പീസ് ആൻഡ് സെക്യൂരിറ്റി. സമാധാനത്തിന്റെയും സുരക്ഷിതത്തിന്റെയും ഒരു വിഷനാണ് സ്ക്രിപ്ചറിനകത്ത് ഗോർമാൻ റെഫർ ചെയ്യുന്നത്. Where everyone shall sit under their own vine and fig tree, and no one shall make them afraid. എല്ലാവർക്കും ഭയമില്ലാതെ അവരവരുടെ ഈ മരങ്ങൾക്ക് അല്ലെങ്കിൽ തോട്ടത്തിൽ ഇരിക്കാൻ കഴിയുന്ന ഒരു ചിത്രമാണ് സ്ക്രിപ്ചറിനകത്ത് പങ്കുവയ്ക്കുന്നത്. ദിസ് ഇമേജറി സിംബലൈസസ് എ വേൾഡ് വെയർ പീപ്പിൾ ലിവ് വിത്തൗട്ട് ഫിയർ ഇൻ ഹാർമണി ആൻഡ് വിത്ത് ദ റിസോഴ്സസ് ദേ നീഡ് ടു ത്രൈവ്. അപ്പോൾ ആളുകൾ ഒരു പ്രോസ്പെരിറ്റിയോട് കൂടിയിട്ട്, ഒരു സെക്യൂരിറ്റിയോടുകൂടി, സമാധാനത്തോടുകൂടി, സോഷ്യൽ ഹാർമണിയോടുകൂടി ജീവിക്കുന്ന ഒരു ചിത്രമാണ് അവർ സ്ക്രിപ്ചറിൽ നിന്ന് റെഫർ ചെയ്യുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഇവാലുവേറ്റ് ദ ഫ്രേസ് എ ഫോഴ്സ് ദാറ്റ് വുഡ് ഷാറ്റർ ദ നേഷൻ യൂസ്ഡ് ബൈ അമാൻഡ ഗോർമൻ. രാജ്യത്തെ തകർക്കുന്ന ശക്തി എന്നൊരു പ്രയോഗം അവർ പോയത്തിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? Amanda Gorman's phrase, a force that would shatter the nation, highlights the profound threats to America's unity during times of social and political turmoil. സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രതിസന്ധിയുടെ ഈ ഒരു കാലഘട്ടത്തിൽ അമേരിക്കയുടെ ഐക്യത്തെ തകർക്കുന്ന ശക്തി എന്നാണ് അവർ പറയുന്നത്. The force refers to divisive ideologies and events that have the potential to break apart the democratic foundation of the nation. ഇവിടെ ഫോഴ്സ് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഡിവിസീവ് ഐഡിയോളജീസ് ആണ്. അതായത് വർണ്ണത്തിന്റെയും വംശത്തിന്റെയും ലിംഗത്തിന്റെയും ഒക്കെ പേരിൽ ആളുകളെ തമ്മിൽ വേർതിരിക്കുന്ന ഐഡിയോളജീസിനെയാണ് ഈ ഫോഴ്സ് എന്നതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത്. ഇറ്റ് alludes to the incident of Capitol after the 2020 US elections, where a group refused to accept the election results and threatened a coup. ഇവിടെ സൂചിപ്പിക്കുന്നത് 2020 അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ നേരത്തെ സമ്മറിൽ സൂചിപ്പിച്ചതുപോലെ ക്യാപിറ്റോൾ എന്ന് വിളിക്കുന്ന അവരുടെ തലസ്ഥാനത്തിൽ ഈ വോട്ടെണ്ണൽ നടക്കുന്ന കേന്ദ്രം, ഈ വോട്ടെടുപ്പിലെ റിസൾട്ട് അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു വിഭാഗം ആളുകൾ കയ്യേറുകയും അവിടെ ആക്രമിക്കുകയും അവിടെ ഒരു കൂപ്പ് അല്ലെങ്കിൽ ഒരു അട്ടിമറിക്ക് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ ജനാധിപത്യത്തെ തകർക്കുന്ന സംഭവങ്ങളെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഐഡന്റിഫൈ ദ മെസ്സേജ് that Amanda Gorman ends with in her poem The Hill We Climb. ഇനി പോയത്തിനകത്ത് അവസാനം വരുന്ന മെസ്സേജ് എന്താണെന്നാണ് ചോദിക്കുന്നത്. At the poem's conclusion, Gorman leaves her audience with a message of hope and determination, calling for unity in the face of adversity. ഒരു പ്രതീക്ഷയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും മെസ്സേജോട് കൂടിയിട്ടാണ് പോയം അവസാനിക്കുന്നത്. ആളുകളോട് ഐക്യപ്പെടാൻ വേണ്ടിയിട്ടാണ് അവരെ ആഹ്വാനം ചെയ്യുന്നത്. She urges individuals to see and be the light, encouraging them to rise above the divisions and work towards a more unified and a compassionate future. See and be the light. ഈ ഇരുട്ടിൽ നമുക്ക് വെളിച്ചം എവിടെ നിന്ന് ലഭിക്കുമെന്നുള്ള ചോദ്യത്തിന് അവർ മറുപടിയായിട്ട് പറയുന്നത്, നമ്മൾ തന്നെയാണ് ആ വെളിച്ചം, അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും എന്നൊരു സന്ദേശമാണ് അവർ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ആളുകളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രയത്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കുമെന്നൊരു സന്ദേശമാണ് അവിടെ അവർ പറയുന്നത്. The message encourages active participation in shaping a better future, reminding the audience that they hold the responsibility and power to foster positive change in the nation. അപ്പോൾ മെസ്സേജിനകത്ത് പറയുന്നത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണ്. നമ്മൾ തന്നെയാണ് വെളിച്ചം, ആ കാര്യം തിരിച്ചറിയുക എന്ന് പറയുന്നത്. ഈ സാമൂഹിക മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ജനങ്ങൾ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളൊരു സന്ദേശമാണ് ഈ ഒരു പോയത്തിന്റെ ഫൈനൽ മെസ്സേജ് ആയിട്ട് നമ്മൾ കാണുന്നത്. റൈറ്റ് എ നോട്ട് ഓൺ ദ പവർ ഓഫ് സ്പോക്കൺ വേർഡ് പോയട്രി ടു അഡ്രസ് ഇഷ്യൂസ് ഓഫ് സോഷ്യൽ റെലവൻസ്. ഇനി പോയത്തിന്റെ സ്ട്രക്ചർ സ്പോക്കൺ വേർഡ് ആയിട്ടുള്ള പോയമാണ്.
അതായത് സാധാരണ നമ്മൾ പോയതിൽ കാണുന്ന പോലെ ഒരു താളമോ വൃത്തമോ റൈമോ മീറ്ററോ ഒന്നുമില്ല, മറിച്ച് ഒരു കോൺവെർസേഷൻ പോലെയാണ് ഈ പോയം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്തരത്തില് സ്പോക്കൺ വേർഡ് പോയട്രി സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പവർഫുൾ ആവുന്നതിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. സ്പോക്കൺ വേർഡ് പോയട്രി എക്സംപ്ലിഫൈഡ് ബൈ അമാൻഡ ഗോർമൻ possesses a unique ability to engage audiences on a deeply emotional level, drawing attention to pressing social issues. അപ്പോൾ സ്പോക്കൺ വേർഡ് പോയട്രിക്ക് അമാൻഡ ഗോർമന്റെ ഈ പോയത്തിൽ നമ്മൾ കാണുന്നത് പോലെ ഓഡിയൻസിനെ ഒരു ഇമോഷണൽ ലെവലിൽ എൻഗേജ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ഈ സ്പോക്കൺ വേർഡ് പോയട്രിയിലൂടെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുന്നു. ദ കോമ്പിനേഷൻ ഓഫ് റിതമിക് ഡെലിവറി, powerful language and live performance allows spoken word to create an immediate and lasting impact, making complex social problems accessible and relatable to a broad audience. ഇനി സ്പോക്കൺ വേർഡ് പോയട്രിയിൽ നമ്മൾ കാണുന്ന റിതമിക് ഡെലിവറി, ഇത് സ്പോക്കൺ ആണെന്നുണ്ടെങ്കിലും ഒരു താളത്തിലാണ് അവരിത് പറയുന്നത്. അതുകൂടാതെ പവർഫുൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. ഇതുകൂടാതെ ഇത് ആളുകൾ വായിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആളുകൾ അത് കേൾക്കുകയാണ് ചെയ്യുന്നത്. ഒരു ലൈവ് പെർഫോമൻസ് ആണ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓഡിയൻസിൽ ഒരു ലാസ്റ്റിംഗ് ഇമ്പാക്ട് സൃഷ്ടിക്കുന്നു. അത്തരത്തിൽ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടൊക്കെ ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി സ്പോക്കൺ വേർഡ് പോയട്രിക്ക് കഴിയുന്നു. ബൈ ബ്ലെൻഡിങ് ആർട്ട് വിത്ത് ആക്ടിവിസം, സ്പോക്കൺ വേർഡ് ബിക്കംസ് എ പോർട്ടന്റ് ടൂൾ ഫോർ അഡ്രസ്സിംഗ് ഇൻജസ്റ്റിസ്, പ്രൊമോട്ടിംഗ് സോഷ്യൽ ചേഞ്ച് ആൻഡ് എൻകറേജിംഗ് മീനിങ് ഡയലോഗ് ഓൺ ടോപ്പിക്സ് ഓഫ് ഗ്രേറ്റ് റെലവൻസ്. ഇനി സ്പോക്കൺ വേർഡ് പോയട്രിയെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയാവുന്നത് ഇറ്റ് ഈസ് എ ബ്ലെൻഡ് ഓഫ് ആർട്ട് വിത്ത് ആക്ടിവിസം. ആർട്ടും ആക്ടിവിസവും തമ്മിൽ ബ്ലെൻഡ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആയിട്ടാണ് നമ്മൾ സ്പോക്കൺ വേർഡ് പോയട്രിയെ കാണുന്നത്. അപ്പോൾ ഇതിലൂടെ ഇൻജസ്റ്റിസിനെതിരെ പ്രതികരിക്കാനും സോഷ്യൽ ചേഞ്ചിന് വേണ്ടി പ്രയത്നിക്കാനും വാദിക്കാനുമെല്ലാം വളരെ പവർഫുൾ ആയ രീതിയിൽ തന്നെ സാധിക്കുന്നു. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, അനലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് അമാൻഡ ഗോർമൻസ് വർക്ക് ആസ് എ പോയറ്റ് ആൻഡ് ആക്ടിവിസ്റ്റ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർട്ടും ആക്ടിവിസവും കമ്പൈൻ ചെയ്യുന്ന ഒരു വർക്കാണ് അമാൻഡ ഗോർമൻ ചെയ്യുന്നത്. അതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിക്കുന്നത്. അമാൻഡ ഗോർമൻസ് വർക്ക്, എസ്പെഷ്യലി ഹെർ പോയട്രി, ഈസ് എ പവർഫുൾ ടൂൾ ഫോർ എംപവറിംഗ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. സമൂഹത്തിലെ മാർജിനലൈസ്ഡ് അല്ലെങ്കിൽ പാർശ്വവൽകൃതരായിട്ടുള്ള ആളുകൾ, സാമൂഹ്യ അനീതിയും മറ്റും അനുഭവിക്കുന്ന ആളുകൾ, അവരെ എംപവർ ചെയ്യുന്നതിന് വേണ്ടി, അവർക്ക് വേണ്ടി സംസാരിക്കുന്നതിനുള്ള ഒരു പവർഫുൾ ടൂളായിട്ട് അവരുടെ ഈ പോയട്രി നമ്മൾ കാണുന്നു. Her work speaks directly to issues of racial inequality, social justice, and the power of resilience in the face of adversity. അപ്പോൾ അവരുടെ വർക്കിനകത്ത് നമ്മൾ ഈ പോയത്തിൽ കാണുന്നത് പോലെ റേഷ്യൽ ഇനീക്വാലിറ്റി, അമേരിക്കയിലെ വർണ്ണവിവേചനം, അതുപോലെ തന്നെ സാമൂഹ്യ നീതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും, റെസീലിയൻസിന്റെ പവർ, ആളുകൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമൂഹ്യ മാറ്റം വരുത്താൻ കഴിയുമെന്നുള്ള സന്ദേശവും എല്ലാമാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഗോർമൻസ് പോയട്രി ഡസൻറ്റ് ജസ്റ്റ് എന്റർടൈൻ but serves as a catalyst for change. ഇനി നമുക്കറിയാവുന്ന പോലെ ഇതൊരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പോയട്രി അല്ല, മറിച്ചൊരു സോഷ്യൽ ചേഞ്ചിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു ആക്ടിവിസം പോലെയാണ് അവരുടെ പോയട്രി നമ്മൾ കാണുന്നത്. ആസ് എൻ ആക്ടിവിസ്റ്റ്, ഷീ യൂസസ് ഹെർ പ്ലാറ്റ്ഫോം ടു റേസ് അവയർനെസ് ഓഫ് ക്രിട്ടിക്കൽ സോഷ്യൽ ഇഷ്യൂസ്, മേക്കിംഗ് ഹെർ പോയട്രി എ ഫോം ഓഫ് ആക്ടിവിസം ദാറ്റ് റീച്ചസ് എ വൈഡ് ഓഡിയൻസ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരൊരു ആക്ടിവിസ്റ്റ് കൂടിയാണ്. അവരുടെ പോയട്രിക്കകത്തും ഒരു ആക്ടിവിസം തന്നെയാണ് നടക്കുന്നത്. എന്റർടൈൻമെന്റ് അല്ല അവരുടെ പോയട്രിയിൽ വരുന്നത്, മറിച്ച് സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആക്ടിവിസമാണ് അവരുടെ പോയട്രിയിലൂടെ അവർ ചെയ്യുന്നത്. ബൈ ഇൻകോർപ്പറേറ്റിംഗ് തീംസ് ലൈക്ക് യൂണിറ്റി, ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി, ഗോർമൻ എംഫസൈസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കളക്റ്റീവ് ആക്ഷൻ. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ പോയത്തിനകത്ത് ഈ ഒരു സാമൂഹിക ഐക്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചിട്ടുള്ള കൺസെപ്റ്റുകളാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഷീ കോൾസ് ഓൺ ഹെർ ഓഡിയൻസ് ടു റിഫ്ലക്ട് ഓൺ ദർ റോൾസ് ഇൻ ഷേപ്പിംഗ് സൊസൈറ്റി, എൻകറേജിംഗ് ഇൻഡിവിജ്വൽസ് ടു ആക്ട് ടുവേർഡ്സ് ക്രിയേറ്റിംഗ് എ മോർ ഇൻക്ലൂസീവ് ഫ്യൂച്ചർ. ഇനി ഓഡിയൻസിനോട് അവരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ചിട്ട് അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജഡ്ജ്മെന്റ് ഓഫ് ഹിസ്റ്ററി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഇനി വരുന്ന തലമുറ നമ്മൾ എന്ത് ചെയ്യുന്നുള്ള ചോദ്യമൊക്കെ നമ്മൾ ചോദിക്കുമെന്ന രീതിയിൽ ഈ സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിൽ അവർ ഓഡിയൻസിനോട് സംവദിക്കുന്നു. Gorman's visibility, especially with her performance at the 2021 inauguration, brought poetry back into the mainstream. ഇതുകൂടാതെ പോയട്രി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ചേഞ്ചിന് വേണ്ടിയിട്ട് പവർഫുൾ ആയിട്ട് ടൂളായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള ഒരു സന്ദേശം അവരുടെ ഈ ഒരു എക്സ്പോഷറും വിസിബിലിറ്റിയും കൊണ്ട് അവർ പങ്കുവയ്ക്കുന്നു.
Her ability to capture the public's attention on a national stage is significant in reaffirming the importance of poetry and activism in modern culture. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പോലുള്ള വലിയ വലിയ വേദികളിലൊക്കെയാണ് അവരിത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പുതിയ കാലഘട്ടത്തിൽ പോയട്രിയുടെയും ആക്ടിവിസത്തിന്റെയും പ്രാധാന്യം ഓർമ്മപ്പെടുത്തുക കൂടി അവരുടെ ഈ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, elaborate on the idea of democracy as discussed in the Hill We Climb by Amanda Gorman. ഇനി പോയതിനകത്ത് ഡെമോക്രസിയെ കുറിച്ചിട്ടുള്ള എന്ത് സന്ദേശമാണ് അവർ പങ്കുവയ്ക്കുന്നത്? ഗോർമൻ acknowledges that democracy is not a perfect system but one that is unfinished. ഡെമോക്രസി നേരത്തെ അമേരിക്കയെ കുറിച്ച് സൂചിപ്പിച്ചതുപോലെ അൺഫിനിഷ്ഡ് ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവർ അവതരിപ്പിക്കുന്നത്. The poem recognizes that while America has made strides towards justice and equality, there is still much work to be done. ഇവിടെ അമേരിക്കൻ ജനാധിപത്യത്തിൽ ഒരുപാട് പുരോഗതി അവർ നേടിയിട്ടുണ്ടെങ്കിലും ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നവർ സൂചിപ്പിക്കുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ സ്ത്രീകൾ പ്രസിഡന്റ് ആവുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ പ്രസിഡന്റ് ആവുന്ന സാഹചര്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഇനിയും അമേരിക്ക പുരോഗതി നേടാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് അവർ സൂചിപ്പിക്കുന്നത്. She urges people to come together despite their differences, as democracy thrives on the strength of collective efforts towards shared goals. പിന്നെ അവർ ആളുകളോട് ആഹ്വാനം ചെയ്യുന്നത് അവരുടെ ഡിഫറൻസസ്, അവരുടെ വർണ്ണവംശ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഐക്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു ഭാവിയിലേക്കും ലക്ഷ്യത്തിലും വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ജനാധിപത്യം വിജയിക്കൂ എന്നാണ് അവർ പറയുന്നത്. ഇൻ ഹെർ പോയം ഗോർമൻ റിഫ്ലെക്ട്സ് ഓൺ ദ റെസിലിയൻസ് ഓഫ് ഡെമോക്രസി ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. ഇതുകൂടാതെ ഈ പ്രശ്നങ്ങൾക്ക് ഇടയിൽ ജനാധിപത്യം നിശ്ചയദാർഢ്യത്തോടു കൂടി പിടിച്ചു നിൽക്കുന്നതിനെ കുറിച്ചിട്ടും അവർ സൂചിപ്പിക്കുന്നുണ്ട്. She suggests that while there are forces trying to disrupt or delay democratic processes, democracy's fundamental principles remain unshaken and continue to inspire hope and action. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെയുള്ള ഫോഴ്സസിനെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. അവിടുത്തെ ജനാധിപത്യം തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ കുറിച്ചിട്ട് അവിടെ സൂചിപ്പിക്കുന്നു. പക്ഷെ അത്തരം ശക്തികൾക്ക് ജനാധിപത്യത്തെ താൽക്കാലികമായിട്ട് തടസ്സപ്പെടുത്താൻ മാത്രമേ സാധിക്കുള്ളൂ. ജനാധിപത്യം എന്ന് പറയുന്നത് തകർക്കാൻ കഴിയാത്ത ഒരു ആശയം എന്നുള്ള രീതിയിലാണ് അവർ അവതരിപ്പിക്കുന്നത്. ഗോർമൻ ലുക്സ് ടു ദ ഫ്യൂച്ചർ ഓഫ് ഡെമോക്രസി വിത്ത് ഒപ്റ്റിമിസം, envisioning a nation where justice, equality and freedom are not ideals but realities for all. ഇനി ഒരു ഒപ്റ്റിമിസത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ടാണ് അവർ ജനാധിപത്യത്തിന്റെ ഭാവിയെ നോക്കി കാണുന്നത്. ജസ്റ്റിസ്, ഇക്വാലിറ്റി, ഫ്രീഡം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിന്റെ ശരിയായ അർത്ഥത്തിൽ റിയാലിറ്റി ആവുന്ന ഒരു കാലഘട്ടം വരും എന്നവർ പ്രതീക്ഷിക്കുന്നു. Her poem speaks to the potential for democracy to bring about change, urging each individual to participate in shaping the future of the nation. ഇനി ജനാധിപത്യത്തിന് സാമൂഹിക മാറ്റം കൊണ്ടുവരാൻ കഴിയും എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. അതിനുവേണ്ടി ആളുകളോട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് അവർ ആഹ്വാനം ചെയ്യുന്നത്. പോയതിന്റെ ലാസ്റ്റ് പറയുന്ന നമ്മൾ തന്നെയാണ് വെളിച്ചം, ആ കാര്യം നമ്മൾ തിരിച്ചറിയുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സാമൂഹ്യ മാറ്റത്തിന്റെ പ്രവർത്തനത്തിൽ നമ്മൾ പങ്കാളികളാവണം. ഈ ജനാധിപത്യത്തിൽ എല്ലാവരും പങ്കാളികളാവണം. അങ്ങനെയാണ് സാമൂഹിക മാറ്റം നേടാൻ സാധിക്കുക എന്ന സന്ദേശമാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.